ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഒരു ടോപ്പ് റൂഫിൽ പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷം ഏതാനും കുറച്ച് നാളുകൾക്ക് കഴിയുമ്പോൾ തന്നെ ഈ മുകളിലത്തെ പ്ലാസ്റ്ററിങ് ഇങ്ങനെ പാട പോലെ അടന്നടന്ന് പോരുന്നൊരു സാഹചര്യം. അധികം വർഷം പഴക്കമുള്ളതൊന്നുമല്ല, ഏതാനും ദിവസങ്ങൾ മാത്രമായിട്ടുള്ള സർഫസാണ് ഈ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതുണ്ടാകാൻ പല കാരണങ്ങളുമുണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ, നമ്മൾ മുകളിൽ പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷം നമ്മൾ സിമെൻറ്റ് ഗ്രൗട്ട് കലക്കി ഒഴിച്ച് ഈ നല്ല ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്ക് കാണാനൊക്കെ നല്ല ഭംഗി തോന്നും. പക്ഷേ ഇത് കുറച്ച് ദിവസം കഴിയുമ്പം തന്നെ ഇതിങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് നടന്ന് പോരാൻ തുടങ്ങും, ഈ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ. അപ്പം നിങ്ങൾ എപ്പോഴും ഇത് പല സൈറ്റുകളിലും ഞങ്ങൾ കാണുന്നൊരു വിഷയമാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം. റൂഫിൽ മാത്രമല്ല, പല ഏരിയയിലും ഇങ്ങനെ ഗ്രൗട്ട് ഫിനിഷ് ചെയ്യുന്ന എല്ലാ ഇടത്തും ഇങ്ങനെ ക്രാക്കുകൾ സംഭവിക്കുകയും ഇത് അടന്നടന്ന് വരാനും കാരണമാവും. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കും. പിന്നീട് ഈ സാഹചര്യങ്ങളിൽ കൂടെയാണ് ഈ സർഫസിൽ കൂടെ വെള്ളം മദർ സ്ലാബിലോട്ട് ഇറങ്ങാനും ഈ മദർ സ്ലാബും മുകളിലുള്ള പ്ലാസ്റ്ററിങ്ങിൻ്റെയും ജോയിൻറ്റിൽ വെള്ളം കെട്ടിക്കിടക്കും. ഇത് പിന്നീട് ലീക്കുകൾക്കും മൊത്തം കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ ഗ്രൗട്ട് ഫിനിഷിങ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പരിഹാര മാർഗം. താങ്ക് യു.